ഇന്ന് നമുക്കൊരു ഡിസേർട്ട് റെസിപ്പി ചെയ്യുന്നത് കണ്ടാലോ. ഓറഞ്ച് കൊണ്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ പുഡിംഗ് ട്രേയിലൊക്കെ അല്ലേ ഉണ്ടാക്കാറ്. ഇന്ന് നമ്മൾ ഓറഞ്ചിൻ്റെ തൊലിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾക്ക് ഓറഞ്ചിൻ്റെ തൊലിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടോക്കട്ടോ, എന്നാലേ നമ്മൾക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. ഇൻഗ്രീഡിയൻസൊക്കെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ നല്ല പഴുത്ത ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല കളറിലുള്ള ഓറഞ്ചാണ് എടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 6 ഓറഞ്ച് വെച്ചാണ് ഇപ്പോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഓറഞ്ച് രണ്ടായി കട്ട് ചെയ്യുക, മുറിക്കണം കേട്ടോ. എല്ലാ ഓറഞ്ചും രണ്ടായി നേരെ പകുതിയാക്കിയിട്ട് മുറിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഓറഞ്ചും രണ്ടായി മുറിച്ചതിന് ശേഷം ഒരു സ്പൂണ് കൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് ഇളക്കിയെടുക്കുക ചെയ്യുന്നത്. ഇതിൻ്റെ ഓറഞ്ചിൻ്റെ ആ പീസ് നമ്മൾ സ്പൂണ് കൊണ്ട് ഇങ്ങനെ കുത്തിയെടുക്കുക ചെയ്യുന്നത് കേട്ടോ. ആ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഓറഞ്ചെല്ലാം എടുത്തതിന് ശേഷം നമ്മുടെ തൊലി ഉണ്ടല്ലോ, തൊലി നല്ല ഒരു തോണി ഷേപ്പ് പോലെ നമുക്കിത് കിട്ടും. അപ്പോൾ നമ്മൾ ഈ എടുത്തു വെച്ച ഓറഞ്ചൊക്കെ നമ്മളൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്, വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുക്കുക ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾക്ക് ഒരു പാൻ എടുക്കുക. അതിലേക്ക് നമ്മൾ ജ്യൂസാക്കി എടുത്ത ഓറഞ്ചും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ഗ്ലാസ് പാലിൽ കലക്കിയതാണ് കേട്ടോ, അത് മിക്സ് ചെയ്തിട്ട് ഇതിലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്ര ഓറഞ്ചാണോ എടുത്തത് അതിനനുസരിച്ച് നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കുക. 6 ഓറഞ്ച് ആണെങ്കിൽ 7 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് ഇളക്കിയെടുക്കണം കേട്ടോ. നന്നായിട്ട് കുറുകിയെടുക്കണം. ഈ ഒരു ടൈപ്പിൽ നമ്മൾക്ക് ഇളക്കി കുറുക്കിയെടുക്കുക ചെയ്യേണ്ടത്. ഇത്രേ പണിയുള്ളൂ. ഇനി നമ്മൾക്ക് ഇത് എന്താക്കുക, നമ്മൾ മാറ്റിവെച്ച ഓറഞ്ചിൻ്റെ തൊലിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഇതിൽ വേറൊന്നും ചേർക്കാനൊന്നുമില്ല. പെട്ടെന്ന് റെഡിയാക്കാനും പറ്റുന്ന ഒരു കിടിലൻ ഡെസേർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ എല്ലാ ഈ ഓറഞ്ചിൻ്റെ തോടിലും ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊരു 15 മിനിറ്റോളം ഫ്രീസ് ചെയ്താലോ ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ സെറ്റായിട്ട് കിട്ടും കേട്ടോ. നല്ല സ്പൂൺ കൊണ്ട് നമുക്ക് ഇങ്ങനെ കോരിയെടുത്ത് കഴിക്കാൻ പറ്റും. സൂപ്പറാണ്. ഇതിലൊരു ചൈന ഗ്രാസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. ഇത്ര സാധനങ്ങൾ വേണ്ടി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് പാർട്ടിയിലൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നല്ലൊരു മൊഞ്ചായിട്ട് കാണാൻ പറ്റും നമ്മുടെ ഡെസേർട്ട്. നമ്മളെ ഡെസേർട്ടായിരിക്കും ഒരു പടി മുമ്പിലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും. അപ്പോൾ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടിട്ട് ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.